കേരള പൊറോട്ട അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ കഴിയും. എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ആദ്യമായിട്ട് 2 കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ പഞ്ചസാര, ഇതൊക്കെ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തത്. 1/4 കപ്പും കുറച്ചും ആവശ്യം വരും. അതൊന്ന് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ മാതിരി ടൈറ്റായിട്ട് കുഴക്കാൻ പാടില്ല. ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കും നമുക്കിതിന് കിട്ടുക. കണ്ടില്ലേ, നല്ല സ്റ്റിക്കി ആയിട്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്കൊരു കൗണ്ടർ ടോപ്പിലെങ്ങാനും വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ ഇതേമാതിരി നീഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. പിന്നെ ഒട്ടും ക്രാക്സും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാവ് നല്ലോണം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ക്രാക്സ് ഒന്നും വരാതെ പൊട്ടാതെ തന്നെ മാവ് സ്ട്രെച്ച് ചെയ്യാം. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ആരും വിട്ടുപോകരുത്. ഇനി നമ്മുടെ മാവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ 6 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. 2 കപ്പ് മൈദ കൊണ്ട് 6 പൊറോട്ടയാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. ഇനി ഓരോ മാവ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച മാവ് എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കുക. വീഡിയോയിൽ കാണുന്നത് മാതിരി തന്നെ നമ്മൾ വിരലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേമാതിരി ബോൾ ഷേപ്പ് ആക്കി എടുക്കുക. ഇനി ഒരു പാത്രം എടുക്കുക. ഒരു സ്റ്റീൽ പ്ലേറ്റ് എങ്ങാനും എടുത്താൽ മതി. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ച മാവ് ഓരോന്നായിട്ട് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് 2 ഭാഗത്ത് ഓയിലാവുന്ന രീതിക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഈ ഓയിലൊന്ന് കടുക്കണം. 1 മണിക്കൂർ മിനിമം 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ റാപ്പ് ഇട്ടിട്ട് അതൊന്ന് പൊതിയണം. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ച് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാം. എത്രത്തോളം റെസ്റ്റ് ചെയ്യുന്നോ അത്രയും നല്ലത്. 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താൽ നന്നാവും. ഇനി ഇത് 1 മണിക്കൂറിന് ശേഷം അതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഓരോ മാവ് എടുത്തിട്ട് കൈകൊണ്ട് വീഡിയോയിൽ കാണുന്നത് മാതിരി തന്നെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സ്ട്രെച്ചായി വരും. കാരണം നമ്മൾ 1 മണിക്കൂർ ഓയിലിട്ട് വെച്ചതല്ലേ. പെട്ടെന്ന് തന്നെ കഴിയുന്ന പ്രോസസ്സാണ്. ഇതേമാതിരി വീഡിയോ കാണുന്ന മാതിരി തന്നെ ചെയ്യുക. ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ എത്രത്തോളം അത് സ്ട്രെച്ച് ആവുമോ അത്രയും സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫ്ലോർ ഡസ്റ്റ് ചെയ്യുക. കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു സ്ട്രെയിനറാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒന്ന് നടുവിലേക്ക് ഒരു മടുക്കിട്ടിട്ട് 2 ഭാഗത്തൊന്നും ഇതേമാതിരി നടുവിലോട്ടേക്ക് മടുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. നമ്മൾ നേരത്തെ പാത്രത്തിലാക്കിയ ഓയിൽ തന്നെ മതിയാവും. അതൊന്ന് തടവി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിനർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല വൃത്തിക്ക് നമുക്ക് ഡസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി വീണ്ടും ഒന്നുകൂടെ അത് ഹാഫായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് ഫ്ലോർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം റോൾ ചെയ്തെടുക്കാം. കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് നമ്മുടെ പൊറോട്ട റോൾ ചെയ്യാൻ കഴിഞ്ഞത്. ഇതേപോലെ എല്ലാ പൊറോട്ടയും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി വീണ്ടും കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഓയിലിൽ മുക്കി വെച്ച മാവ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് 2 കൈയും വെച്ചിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. പെട്ടെന്ന് കഴിയും. വീഡിയോയിൽ കാണുന്നത് മാതിരി തന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും മടക്കിയതിൻ്റെ മുകളിൽ വീണ്ടും മൈദ ഡസ്റ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും മടക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇനി ഇതേപോലെ എല്ലാ പൊറോട്ട റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ ഓയിൽ ചെയ്ത പാനിൽ തന്നെ ഇത് ഇറക്കി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കൂടെ ഇതൊന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് നല്ലോണം ഒരു കൗണ്ടർ ടോപ്പിലോ അങ്ങനെ എങ്ങാൻ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതിയാവും. ഞാനിവിടെ തിന്നായിട്ടാണ് പൊറോട്ടക്ക് പരത്തിയെടുത്തത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ പൊറോട്ടയായിട്ട് പരത്തി വെച്ച പൊറോട്ട ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഒരു 3-4 വട്ടം മറിച്ചിട്ടതിന് ശേഷം
1 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ പൊറോട്ട നല്ല പൊങ്ങി വരും. അപ്പോൾ ദാ നമ്മുടെ പൊറോട്ട റെഡി. ഇതേപോലെ എല്ലാ റോൾ ചെയ്ത് വെച്ച മാവും നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. നല്ലോണം ലെയേഴ്സ് ഉള്ള പൊറോട്ടയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആരും പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയരുത്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിയും. അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് പൊറോട്ട ആയിട്ട് വരുന്നുണ്ട്. 2-3 വട്ടം മറിച്ചിട്ടതിന് ശേഷം മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും 2 വട്ടം മറിച്ചിട്ട് പ്രസ് ചെയ്തിട്ടെടുക്കാം. ഇനി ചൂടോടെ തന്നെ പൊറോട്ട 2 കൈ കൊണ്ട് നല്ലോണം അടിച്ചെടുക്കാം. കണ്ടില്ലേ, പൊറോട്ട നല്ല ലെയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് പൊറോട്ട ജസ്റ്റ് ഒന്ന് 2 വട്ടം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. 2 വട്ടം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് കുക്കായി വരും. ഇങ്ങനെ കുക്കായി വന്ന പൊറോട്ട ഒരു പാത്രത്തിലോ അതോ ഒരു പ്ലാസ്റ്റിക് കവറിലോ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. നല്ലോണം ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഇതേപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.